ഇന്ന് കുറച്ച് ദൂരം കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മളിന്ന് കാസർഗോഡ് വരെ പോവുകയാണ്. എൻ്റെ തഞ്ചൂൻ്റെ എൻഗേജ്മെൻ്റ് ആണ് നാളെ. അപ്പോൾ ഇന്നെങ്കിലും പോലെ നാളോടെ എത്താൻ പറ്റുള്ളൂ കറക്റ്റ് ടൈമിന്. അപ്പോൾ ബസ്സിലാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, പിന്നെ ട്രെയിനിന് കാസർഗോഡ് വരെ. ഞങ്ങൾ കാസർഗോഡ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിനിലുള്ള വെയിറ്റിംഗ് ആയി. എനിക്ക് ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അവരുടെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ട്രെയിനിൽ കാണുന്നതന്നെ. പക്ഷെ ഞാൻ വിചാരിച്ചത്ര അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പും ദാഹം കുറച്ച് കൂടുതലായിരുന്നു. അതിനുള്ള എനിക്ക് കിട്ടിയ പണിയാണ് ഇത്. ഹീൽസ് ഇടണ്ട എന്ന് വിചാരിച്ചതാണ്. പിന്നെ കല്യാണമൊക്കെ അല്ലേ, കിടക്കട്ടെ എന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോഴോ പുള്ളിക്കാരൻ സ്വന്തം ട്രെയിന് പോലെയാണ് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. അവരുടെ ആൻറ്റിമാർക്ക് ഞാൻ ഒട്ടും തലയോടി ചിരിച്ചും ഒക്കെ അങ്ങനെ അവരെ കുറേ നേരം ശല്യം ചെയ്തു. പിന്നെ വിൻഡോ സീറ്റിന് വേണ്ടിയുള്ള തല്ലായിരുന്നു. എനിക്കും വേണം അവനും വേണം. അവസാനം ഞങ്ങളൊരു നിഗമനത്തിലെത്തി. അവസാനം രണ്ടുപേരുടെ ഈക്വലായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ കുറേ നേരമൊക്കെ അടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മോനും നല്ല ഉറക്കമായി. കാസർഗോഡ് എത്തിയപ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നു. കുത്തി നീപ്പിച്ച് ഞങ്ങൾ ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ കാസർഗോഡല്ലായിരുന്നു ഇറങ്ങണ്ടേ. ഞങ്ങൾ അതിലും കുറച്ച് സ്റ്റേഷൻ ഫ്രണ്ടിലായിട്ട് നീലേശ്വരത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുത്തു. ആ ട്രെയിനിൽ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. അത്രയും നേരം പെയ്യാത്ത മഴ ഞങ്ങൾ ആ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പെയ്തു. പിന്നെ പണ്ടേ എനിക്ക് കുട എടുക്കുന്ന പരിപാടിയില്ല. കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കിളിച്ചുകൊണ്ട് വരുന്നു. തീ വരുന്ന മുതലിനെ കണ്ടു. ഇവളുടെ നിക്കാഹാണ് നാളെ. നടക്കണ കോലം